എന്താണ് ഫുട്ബോളിൻ്റെ സൗന്ദര്യം? ഗോളടിക്കൽ മാത്രമാണോ? കളിയുടെ മാസ്മരികത എന്നത് ഗോളടിപ്പിക്കാതിരിക്കൽ കൂടിയാണ്. വേഷം കൊണ്ടും കളി മികവ് കൊണ്ടും ശ്രദ്ധേയരായ ഒരു കൂട്ടം ഗോൾ കീപ്പർമാരെ നമുക്കറിയാം. അവരിൽ ചിലരാകട്ടെ ഒരുപോലെ നായകരും പ്രതിനായകരുമായി. അങ്ങനെ ഒരു ഗോളിയാണ് കൊളംബിയയുടെ റെനെ ഹിഗുറ്റ. ഹിഗുറ്റയുടെ പ്രസിദ്ധമായ സ്കോർപിയോൺ കിക്കിൻ്റെ 30ാം വാർഷികമാണ് 2025 സെപ്റ്റംബർ 6-ന്. താണ്ഡവത്തിന് മുമ്പ് സശ്രദ്ധം ജടയഴിച്ചിട്ട ശിവനെന്ന പോലുള്ള ഹിഗുറ്റ, നീളൻ ചുരുൾമുടിയും നേരിയ മീശയുമുള്ള ഹിഗുറ്റ എന്നാണ് NS മാധവൻ ഹിഗുറ്റയെ വരച്ചിട്ടത്. ഗോളികളുടെ സഹജമായ ഫ്രെയിമുകൾക്കപ്പുറത്തേക്ക് കുതിരിമാറിയ ഗോളിയാണ് ഹിഗുറ്റ. പന്തുമായി എതിർ ഗോൾ മുഖത്തേക്ക് പാഞ്ഞു കയറുന്ന ഗോളി, ഗോളടിക്കുന്ന ഗോളി, 3 അന്താരാഷ്ട്ര ഗോളുകൾ സ്വന്തം പേരിൽ കുറിച്ചിട്ട ഗോളി. എന്നാൽ ഇതൊന്നുമല്ല ഹിഗുറ്റയെ പ്രശസ്തനാക്കിയത്. 30 വർഷങ്ങൾക്ക് മുമ്പ് വെബ്ലിയിൽ ഇംഗ്ലണ്ടിനെതിരെ നടന്ന സൗഹൃദ മത്സരത്തിലെ സ്കോർപിയോൺ കിക്കാണ് ഹിഗുറ്റയെ ലോകമെങ്ങും പ്രശസ്തനാക്കിയത്. 95 സെപ്റ്റംബർ 6-ലെ ആ ഒറ്റ കിക്കിലൂടെ ഹിഗുറ്റ ഇംഗ്ലണ്ടിലെ ജെമി റെഡ്നാപ്പിൻ്റെ കിക്ക് തടഞ്ഞിട്ടത് ചരിത്രത്തിലേക്കാണ്. ശരീരം വില്ലുപോലെ വളച്ച് പിൻകാലുകൾ കൊണ്ട് ഒരു തട്ട്. ഫുട്ബോൾ ലോകം എക്കാലവും ഓർമ്മിക്കുന്ന ഒരു സേവായി മാറിയത്. സ്കോർപിയോൺ കിക്ക് ഹിഗുറ്റ അഭ്യസിച്ചതിനു പിന്നിൽ ഒരു കഥയുണ്ട്. കുട്ടികളുമൊത്തുള്ള ഒരു പരസ്യ ചിത്രീകരണത്തിനിടെയാണ് ഹിഗുറ്റ ഒരു രസത്തിന് സ്കോർപിയോൺ കിക്ക് എടുത്തത്. അത് പിന്നീട് തൻ്റെ മാസ്റ്റർ പീസ് ഐറ്റമാക്കി ഹിഗുറ്റ മാറ്റിയെടുത്തു. വെബ്ലിയിലെ അന്താരാഷ്ട്ര മത്സരത്തിനിടെ അതിന് പൂർണ്ണതയേകി. എല്ലാവരെയും അത്ഭുതപ്പെടുത്തി ഹിഗുറ്റ ഇംഗ്ലണ്ടിൻ്റെ കോച്ചിനെയടക്കം അന്താളിപ്പിലേക്ക് നയിച്ചു. കിക്ക് പിന്നാലെ ചരിത്രമായി. 90-ലെ ലോകകപ്പിൻ്റെ പ്രീ ക്വാർട്ടറിൽ മൈതാന മധ്യത്തിൽ വെച്ച് പന്ത് തട്ടിയെടുത്ത കാമറോന്റെ റോജർ മില്ലർ കൊളംബിയയുടെ വലകുലുക്കിയത് ഹിഗുറ്റയുടെ വലിയ പിഴവായിരുന്നു. 2-1 തോറ്റ് കൊളംബിയ പുറത്തായപ്പോൾ കുരിശിലേറ്റപ്പെട്ടവനെ പോലെ തലകുനിച്ച് മടങ്ങിയ താരത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് കൂടിയായിരുന്നു വെബ്ലിയിലേത്. സ്കോർപിയോൺ കിക്കിലൂടെ തൻ്റെ കളിക്കളത്തിലെ എല്ലാ പാപങ്ങളും ഒറ്റയടിക്ക് മായ്ച്ചു കളഞ്ഞു താരം.